ബംഗ്ലാദേശിൽ ഹിന്ദു ഉൾപ്പെടെയുള്ള ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള അതിക്രമങ്ങളിൽ അലയടിച്ച് പ്രതിഷേധം. ഭാരതത്തിൽ വിവിധയിടങ്ങളിൽ പ്രതിഷേധ റാലിയും പൊതുസമ്മേളനവും നടന്നു. ഹാജരാകാൻ അഭിഭാഷകർ ഇല്ലാത്തതിനാൽ ബംഗ്ലാദേശ് സർക്കാർ അറസ്റ്റ് ചെയ്ത ആചാര്യൻ ചിന്മയ് കൃഷ്ണദാസ് ജയിലിൽ തുടരുകയാണ്. ബംഗ്ലാദേശിൽ ഹിന്ദു, പാഴ്സി, ജൈൻ, ക്രിസ്ത്യൻ ഉൾപ്പെടെയുള്ള മതന്യൂനപക്ഷങ്ങൾ നേരിടുന്ന സമാനതകളില്ലാത്ത അതിക്രമത്തിനെതിരെ പ്രതിഷേധം ശക്തമാവുകയാണ്. ജീവിക്കാനായി ചെറുത്തുനിൽപ്പ് അനിവാര്യമാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് തലസ്ഥാന നഗരമായ ധാക്ക ഉൾപ്പെടെയുള്ള നഗരങ്ങളിൽ ഹിന്ദു സമൂഹം പ്രതിഷേധിച്ചു. അതിനിടെ ചിറ്റഗോങ്ങിൽ തീവ്ര ഇസ്ലാമിക സംഘടനകൾ വീണ്ടും ക്ഷേത്രം തകർത്തു. 24 മണിക്കൂറിനിടെ 3 ക്ഷേത്രങ്ങൾക്ക് നേരെയാണ് അക്രമമുണ്ടായത്. ഹിന്ദുവിന് നേരെയുള്ള അതിക്രമങ്ങളിൽ ഭാരതത്തിൽ വിവിധ നഗരങ്ങളിൽ വിശ്വ ഹിന്ദു പരിഷത്ത് ഉൾപ്പെടെയുള്ള ഹൈന്ദവ സംഘടനകളുടെ നേതൃത്വത്തിലും പ്രതിഷേധ റാലികളും സമ്മേളനങ്ങളും നടന്നു. ജമാഅത്തെ ഇസ്ലാമി ഉൾപ്പെടെയുള്ള തീവ്ര ഇസ്ലാമിക സംഘടനകൾ നടത്തുന്ന അതിക്രമങ്ങൾക്ക് അനുകൂല നിലപാടാണ് ബംഗ്ലാദേശിൽ മുഹമ്മദ് യൂനിസിന്റെ നേതൃത്വത്തിലുള്ള ഇടക്കാല സർക്കാർ സ്വീകരിക്കുന്നത്. ബംഗ്ലാദേശിൽ മതന്യൂനപക്ഷങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കാത്ത സാഹചര്യമാണെന്നും സർക്കാർ പൂർണ്ണ പരാജയമാണെന്നും പാർട്ടി പ്രവർത്തകരെ അഭിസംബോധന ചെയ്യവേ മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന തുറന്നടിച്ചു. ബംഗ്ലാദേശിൽ നിന്ന് ഭാരതത്തിലേക്ക് പലായനം ചെയ്ത ശേഷം ആദ്യമായാണ് ഷെയ്ഖ് ഹസീന പാർട്ടി പ്രവർത്തകരെ അഭിസംബോധന ചെയ്തത്. അതേസമയം രാജ്യദ്രോഹ കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്ത ആചാര്യൻ ചിന്മയ് കൃഷ്ണദാസ് അഭിഭാഷകൻ ഹാജരാകാനില്ലാത്തതിനാൽ ജയിലിൽ തുടരുകയാണ്. ചിന്മയ കൃഷ്ണദാസിനു വേണ്ടി ഹാജരാകാനിരുന്ന അഭിഭാഷകൻ ഇസ്ലാമിസ്റ്റുകൾ വീട് കയറി അതിക്രമിച്ച് ഗുരുതര പരിക്കുകളോടെ ചികിത്സയിലാണ്. ജനം, ഡൽഹി.